ഇന്ന വാതിൽ ഇന്നടത്ത് വന്നാൽ ധനം വരും, ഇന്ന വാതിൽ ഇന്നടത്ത് വന്നാൽ ധനം പോകും, ധനനഷ്ടം, അതുപോലെ അസുഖങ്ങൾ, കുട്ടികൾക്ക് പഠിക്കുന്നത്, വീട്ടിലുള്ളവരുടെ ഐശ്വര്യങ്ങൾ, സ്വരച്ചേർച്ചകൾ, ഇതിനെല്ലാം നമ്മൾ പല പല അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിണങ്ങിക്കൊണ്ടാണ് നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുന്നത്. ആ ഡിസൈൻ ചെയ്ത വീട്ടിൽ നമ്മൾ പറയുന്ന കണക്കിൽ കാര്യങ്ങൾ വരച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 100% നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ജീവിക്കാൻ പറ്റും. നമുക്ക് പിന്നെ അതില്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ പരിഹാരങ്ങളും പരികർമ്മങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റെയർ കേസ് ക്ലോക്ക് വൈസ് ആകാൻ 99% വീടുകളിൽ അങ്ങനെയാണ്. സ്റ്റെയർ കേസ് ക്ലോക്ക് വൈസ് ആയിട്ട് വരുന്നതിന് വേണ്ടി നമ്മൾ നോക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരുമ്പോൾ എന്താ എൻ്റെ വീട്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടാകാം, പക്ഷേ അവിടെ അവർക്ക് ഇങ്ങനെ അസ്വസ്ഥതകളുണ്ടാകും. അതായത് സ്റ്റെപ്പിലേക്ക് കയറുമ്പം നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് നമ്മുടെ വീട്ടിലൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസും എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ വീട് പണിയുന്ന സ്ഥല പരിമിതികളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഓരോന്നിൻ്റെ സ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇതെല്ലാം നോക്കി ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉത്തമമായ വീട് നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ അതുപോലെ കാർ പോർച്ച്, നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കളിസ്ഥലം വരെയും നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോയാൽ വളർച്ച, അതായത് ഗ്രോത്ത് വളരെ നന്നായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും, പ്രമോഷനുകളുണ്ടാവും, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ഐക്യത ഉണ്ടാവും. ഇതെല്ലാം തെറ്റിക്കിടക്കുന്ന വീടുകളിൽ ഡൈവോഴ്സും വഴക്കുകളും കലഹങ്ങളും തമ്മി കണ്ട അടിയും കുത്തും. നമ്മുടെ സാധാരണ വീടുകൾ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ. നമ്മൾ നല്ല നേരം നോക്കി കുറ്റിയടിക്കും, നല്ല നേരം നോക്കി കല്ലിടും, നല്ല നേരം നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. പണിത് വരുമ്പോൾ നന്മ വരുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് നേരം മാത്രം പോരാ, അതിനകത്ത് ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ. പണ്ട് നമ്മളെ വീടുകളിൽ 4 കോടി ഉള്ള വീടുകളായിരുന്നു. അതിനകത്ത് കക്കൂസ്, കുളിമുറിയൊന്നുമില്ല, സെപ്റ്റിക് ടാങ്ക്, സ്റ്റെയർ കേസ് ഒന്നുമില്ല. ഇന്ന് കാലം മാറി, ഇതെല്ലാം നമ്മൾ വീടിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും നിശ്ചിത സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അകത്ത് കക്കൂസ്, സെപ്റ്റിക് ടാങ്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം ആലോചിച്ച് വേണം ചെയ്യാൻ. ഇത് തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും വരാൻ, തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും വരാൻ പാടില്ലാത്ത ഒരു സാധനമാണ്. എന്നാൽ നേരെ കിഴക്ക് ഭാഗത്ത് വരാം, ഈ പ്രോപ്പർ തെക്ക് ഭാഗത്തിൻ്റെ സ്വല്പം പടിഞ്ഞാറ് മാറി വരാം, നേരെ പടിഞ്ഞാറ് വരണൻ്റെ പദത്തിൽ വരാം, വടക്ക് പടിഞ്ഞാറ് മൂലയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ വരാം. ഇതിനെല്ലാം സ്ഥാനങ്ങൾ പദയോനിപ്പെടുത്തി ഏകാശിധിപത വാസ്തുപുരുഷ മണ്ഡലം നിശ്ചയിച്ച് 64 ഖണ്ഡങ്ങളുണ്ടാക്കി വീട് പണിത് വീടിൻ്റെ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റെയർ കേസുകൾ നമ്മൾ സാധനം കൊടുക്കേണ്ടത് തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറിൻ്റെ മധ്യം ചേർന്ന് തെക്കോട്ട്. ഇതാണ് ഏറ്റവും ഉത്തമം. കാരണം ഭാരം വരേണ്ട സ്ഥലങ്ങൾ തെക്കോട്ട് മാറിയിട്ടുള്ള സ്ഥലങ്ങളാണ്. വടക്കോട്ട് വരുമ്പോൾ ഭാരം കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് സ്റ്റെയർ കേസ് ഒരു കാരണവശാലും വടക്ക് കിഴക്കേ മൂലയിൽ ചേർന്നിട്ട് ചെയ്യാൻ പാടില്ല. കാരണം വടക്ക് കിഴക്കിൻ്റെ മൺതേടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഭാരം തലയിലിരിക്കുന്നതായിട്ട് തോന്നും. ഇതിനെല്ലാം പിന്നീട് ലഘുപരിഹാരങ്ങളുണ്ട്, അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യണം. വളരെ ലഘുവായിട്ട് പരിഹരിച്ചു കൊടുക്കുക, പക്ഷെ അത് നോക്കിയിട്ട് ചെയ്യണം. ഇത് പണിയുമ്പോൾ തന്നെ നമ്മളിതെല്ലാം ശ്രദ്ധിച്ച് സെപ്റ്റിക് ടാങ്കും സ്റ്റെയർ കേസും പട്ടിക്കൂട് ഇതെല്ലാം പണിയുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് പണിത് കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിനൊക്കെ പരിഹാരം ചെയ്യാൻ വേണ്ടി ഇപ്പം നടക്കുക ആൾക്കാർ. അതിനൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും, പക്ഷേ നമുക്കിങ്ങനെ ഒറ്റയടിക്ക് ഇതിലെ കൂടി പറയാൻ പറ്റില്ല. ചെറിയൊരു തെറ്റുകൊണ്ടായിരിക്കാം വീട്ടിൽ എന്നും 2 പേരും കൂടി മുഖത്തോട് പോകുന്ന നോക്കിയാൽ കീരിമ്പം പോലെ ആവും.
കുറച്ച് കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പോകും, വളരെ ഐക്യത്തോടു കൂടി വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയാവും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ ചില ദുരിതത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ മാറ്റണം. മാറ്റാനുള്ള ചെറിയ പരിഹാരങ്ങൾ നമ്മളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു തരാം.